താമസിയാതെ പിൻവാങ്ങുന്നതാണ്. കവിതയുടെ പേര് വർഗീസ് ആന എന്നാണ്. വർഗീസ് ആന. കേശവൻ, ഗംഗാധരൻ, ചന്ദ്രശേഖരൻ ഏവം കേവലം ഹിന്ദുക്കൾ തൻ പേര് മാത്രമാണല്ലോ ആനകൾ കേൾക്കുന്നതെന്നോർത്ത് നർമ്മജ്ഞൻ നാരങ്ങാനത്ത മനയ്ക്കല തമ്പുരാൻ ആനഭ്രാന്തൻ പുതുതായി താൻ വാങ്ങിയ കുട്ടിയാനയ്ക്ക് ഏകുന്നു പുതുകത്തോടെ വർഗീസ് എന്ന ക്രിസ്തീയനാവും. അപ്പൊ നല്ല തമ്പൂരിമാരുടെ വലിയ രസികന്മാരുണ്ട്. അപ്പോൾ ആ രസികന്മാരിലെ ഒരു രസികൻ, നല്ല രസികൻ, നാരങ്ങാനം എന്ന് പറഞ്ഞാൽ തിരുവല്ലയ്ക്ക് അപ്പുറമുള്ള സ്ഥലമാണ്. അപ്പോ അവിടുത്തെ ആ തമ്പുരാൻ മേടിച്ച ആനയ്ക്ക് വർഗീസ് എന്ന് പേരിട്ടു. എന്നിട്ടോ ആനയിൽ വർഗീസ് ഒരു ഖേമനായി തീർന്നു. മോശം വന്നില്ല. ചാക്കോ എന്ന് പേരിട്ടിരുന്ന കുറച്ചുകൂടെ നന്നായന്. അത് നമ്പൂരിക്ക് തോന്നിയില്ല. ഏതായാലും ആനയിൽ വർഗീസ് ഒരു ഖേമനായി തീർന്നു. കണ്ടമാനം ഔന്നത്യം, തലയെടുപ്പും ബലക്കൂറും. ആനഭ്രാന്തരിൽ ഭ്രാന്തനെന്ന് പേരെടുന്ന അരങ്ങാനത്തെ തിരുമേനിക്ക് ആഗ്രഹം വർഗീസിനെ ഈ ആനകളുടെ തറവാടായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നടക്കിരുത്തണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രദക്ഷിണം ഒരു വട്ടം എത്തിച്ച് കുമ്പിടിയിൽ നടത്തിക്കണം. ഇങ്ങനെ ആനയുമായിട്ട് തിരുമേനിയും ആനക്കാരനും കാര്യസ്ഥനും ഒരു മട്ട് ആനപ്പുറം കയറി യാത്ര ചെയ്തല്ലോ ഗുരുവായൂരെത്തുന്നു. ഏത് ഈ ധാരങ്കാനത്തും തിരുവല്ലായത്ത് ആനപ്പുറത്തിൽ അത്രയ്ക്ക് ഭ്രാന്താണ്. അങ്ങനെ തളകിടാ വന്നുകൊണ്ട് ഗുരുവായൂർ ചെന്നിട്ട് ഗുരുവായൂരെത്തുന്നു. കൊമ്പനെ കുളിപ്പിച്ച് തിരുവാതിലിൻ മുന്നിലെത്തുന്നു. നേരം നോക്കി അമ്പലപ്രധാനികൾ പേരുകേൾക്കവേ വർഗീസ് കൊമ്പനെ തടയുന്നു മതിലിനുൾപ്പോകാതെ. ധന്യരാം മേലാളന്മാർ ഏകശബ്ദത്തിൽ ചൊന്നാൽ അന്യജാതിക്കാർക്ക് വലിയ പ്രവേശനം. അങ്ങനെ അവിടെ ആരെയെ പ്രവേശിപ്പിച്ചില്ല. ഫലിതജ്ഞത പൊട്ടിച്ചിരിയായി വിടർന്ന്, ഈ നമ്പൂതിരിക്ക് ഇത് കേട്ടപ്പോൾ അയാളുടെ ഫലിതജ്ഞത പൊട്ടിച്ചിരിയായി വിടർന്ന് തൻ തലയിട്ടറഞ്ഞേവം ചൊല്ലുന്നു വല്യംപൂരി. വാരരും ശ്രീകോവിലിൻ നേർക്കു കൈകൂപ്പി. കൃഷ്ണ, പേരിലാണിരിപ്പത് ജാതി എന്നുറപ്പായി. ഈ ജാതി എവിടെയായിരിക്കുന്നത്? തിരുമേനി ബോധമുള്ള പോലെ നോക്കി നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഇന്നെടുത്താണ് ഇത്രയൊക്കെ ഉള്ളി ജാതി. അതിനുവേണ്ടി നാം നമ്മുടെ രക്തം കളയണമോ, ജീവൻ കളയണമോ, നമ്മുടെ സമ്പത്ത് കളയണമോ, ആരോഗ്യം കളയണമോ?